നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസമായി സൗദി വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു. 250-ലധികം വിമാനത്താവളങ്ങളിലേക്ക് ഉടൻ സൗദി വിമാനങ്ങൾ പറക്കും. 2030ഓടെ യാത്രക്കാർ 3 ഇരട്ടിയാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2030ഓടെ യാത്രക്കാരുടെ എണ്ണം 3 ഇരട്ടി വർദ്ധിപ്പിക്കാനാണ് സൗദി വ്യോമയാന മേഖല ഒരുങ്ങുന്നത്. ഇതിനായി സിവിൽ ഏവിയേഷൻ, വ്യോമയാന ഗതാഗത മേഖല എന്നിവയുടെ സംഭാവന 280 ബില്യൺ റിയാലായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ അസീസ് അൽ ദുവനൈലേജ് പറഞ്ഞു. 2018-ൽ 80 റിയാലായിരുന്നു സംഭാവന. ചൊവ്വാഴ്ച പൊതുഗതാഗത അതോറിറ്റിയുടെ ആദ്യ വെർച്വൽ എംപ്ലോയ്മെന്റ് എക്സിബിഷനിലെ പ്രധാന പാനൽ ചർച്ചയിലാണ് അൽ ദുവൈജ് ഇക്കാര്യം പറഞ്ഞത്. 2030ഓടെ രാജ്യത്തെ സിവിൽ ഏവിയേഷൻ മേഖല മിഡിൽ ഈസ്റ്റിൽ ആദ്യത്തേതും ആഗോളതലത്തിൽ 5ാമത്തെയും എയർ കണക്ടിവിറ്റി ആയിരിക്കുമെന്ന് GCA അവകാശപ്പെടുന്നു. 2019-ൽ 99 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പറന്ന സൗദി വിമാന സർവീസ് 250-ലധികം അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സൗദി എയർ യാത്രാ മേഖല ലക്ഷ്യമിടുന്നത്. 2019-ൽ ഏകദേശം 8 ലക്ഷം ടണ്ണിൽ നിന്ന് 4.5 ദശലക്ഷം ടണ്ണായി ശേഷി ഉയർത്തിയ മേഖലയിലെ വിമാന ചരക്ക് നീക്കത്തിൽ 1ാം സ്ഥാനം നേടാനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. 2019-ൽ 103 ദശലക്ഷം യാത്രക്കാരെയാണ് സൗദി ലക്ഷ്യമിട്ടതെങ്കിൽ ഇപ്പോൾ പ്രതിവർഷം 330 ദശലക്ഷം യാത്രക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. 2030ഓടെ നേരിട്ടും അല്ലാതെയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ സുപ്രധാന മേഖല സാക്ഷ്യം വഹിക്കും. പ്രാദേശികവൽക്കരണത്തിന്റെ ഭാഗമായി 10,000 തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചതായും 2021 അവസാനത്തോടെ 50% വിജയം കൈവരിച്ചതായും ദുവലൈജ് ചൂണ്ടിക്കാട്ടി. വിമാനത്താവള പ്രവർത്തനങ്ങൾ, സുരക്ഷ, ഫയർ ആൻഡ് റെസ്ക്യൂ, ഏവിയേഷൻ സെക്യൂരിറ്റി, എയർപോർട്ട് ഓപ്പറേഷൻ സർവീസ് എന്നീ മേഖലകളിലെ വിവിധ തൊഴിലുകൾ ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യോമഗതാഗത മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത 29 തൊഴിലാളികളിൽ യോഗ്യത നേടുന്നതിനും തരംതിരിക്കുന്നതിനും പുറമെയാണിത്. അതേസമയം ഇന്ത്യ സൗദി സെക്ടറിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ജനുവരി 11 മുതൽ ആരംഭിക്കും. എയർ ബബിൾ കരാർ പ്രകാരമാണ് പുതിയ സർവീസുകൾ ആരംഭിക്കുന്നത്. കോഴിക്കോട് നിന്ന് സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രാ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ സൗദി സെക്ടറിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ജനുവരി 11 മുതൽ തുടക്കമാകുന്നത്. സൗദിയുടെ ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈനാസും ഇന്ത്യയുടെ ഇൻഡിഗോ എയറും യാത്രാ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചു. ജനുവരി 1 മുതൽ പ്രാബല്യത്തിലായ എയർ ബബിൾ കരാർ പ്രകാരമാണ് പുതിയ സർവീസുകൾ. റിയാദ്, കോഴിക്കോട് സെക്ടറിൽ സൗദിയുടെ ഫ്ലൈനാസ് ആണ് സർവീസ് നടത്തുക. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ റിയാദിൽ നിന്നും രാവിലെ 7:30-ന് കരിപ്പൂരിലെത്തുന്ന ഫ്ലൈനാസ് വിമാനം 8:30-ന് റിയാദിലേക്ക് തിരിച്ചു പറക്കും. റിയാദിൽ നിന്ന് ജിദ്ദ, ദമാം, മദീന, ജിസാൻ, അബഹ, അൽഹസ തുടങ്ങിയ നഗരങ്ങളിലേക്കെല്ലാം ഫ്ലൈനാസിന്റെ കണക്ഷൻ വിമാനങ്ങളും ലഭ്യമാണ്. ജനുവരി 6-ന് ഫ്ലൈനാസ് ബുക്കിംഗ് ആരംഭിക്കും. തിങ്കൾ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് ഇൻഡിഗോയും സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുലർച്ചെ 2:15-ന് ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പറക്കുന്ന വിമാനം രാവിലെ 10:40-ന് കോഴിക്കോട് ഇറങ്ങും. പിന്നീട് രാത്രി 9:30-നാണ് കോഴിക്കോട് നിന്ന് വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെടുക. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ പുലർച്ചെ 12:40-ന് ദമാമിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഡിഗോ വിമാനം രാവിലെ 7:35-ന് കോഴിക്കോട് ഇറങ്ങും. ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ 806 റിയാൽ മുതലും ദമാം കോഴിക്കോട് സെക്ടറിൽ 636 റിയാൽ മുതലുമാണ് ഇൻഡിഗോയുടെ വൺ വേ ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് നിരക്കിനനുസരിച്ച് 25 കിലോ മുതൽ ബാഗേജും 7 കിലോ മുതൽ ഹാൻഡ് ബാഗുമാണ് ഓരോ യാത്രക്കാരനും അനുവദിക്കുക. ജിദ്ദയിൽ നിന്നുള്ള യാത്രക്കാർക്ക് 5 ലിറ്ററിന്റെ സംസം ബോട്ടിലും സൗജന്യമായി കൊണ്ടുപോകാം. സൗദിയിലേക്ക് വരുന്നവർക്കുള്ള ക്വാറന്റൈൻ പാക്കേജുകൾ സംബന്ധിച്ച വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിദ്ദ, ദമാം, റിയാദ് എന്നിവിടങ്ങളിൽ നിന്ന് മുംബൈ ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും ഇൻഡിഗോ സർവീസ് നടത്തും. ഇതുവഴിയും കേരളത്തിലേക്ക് കണക്ഷൻ സർവീസുകൾ ലഭ്യമാണ്. കൂടാതെ ഗോ എയർ, എയർ ഇന്ത്യ എക്സ്പ്രസ്, സൗദി എയർലൈൻസ്, എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ് എന്നീ വിമാന കമ്പനികളും വരും ദിവസങ്ങളിൽ സർവീസുകൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ റെഗുലർ വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.